UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തങ്കളം കാക്കനാട് പാത യാഥാർത്ഥ്യമാക്കുമെന്ന് മുൻ MLA ജോസഫ് വാഴക്കൻ. കോതമംഗലം PWD ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തങ്കളം കാക്കനാട് നാലുവരിപ്പാത നിർത്തലാക്കിയ LDF സർക്കാരിനും ആന്റണി ജോൺ MLAയ്ക്കുമെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആയിരുന്നു പ്രതിഷേധം. കോതമംഗലം PWD ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ MLAയുമായ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ശ്രീ PJ പൗലോസ് MLA ആയിരിക്കുമ്പോൾ സർവേ നടപടികൾ ആരംഭിച്ചതാണ്. ശ്രീ TU കുരുവിള ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം പണി പൂർത്തിയാക്കി, പാലവും 2-3 കലുങ്ക് പൂർത്തിയാക്കി, 30 മീറ്റർ വീതിയിൽ ഇവിടെ നിന്നും കാക്കനാട്ടേക്കുള്ള ഒരു വലിയ പദ്ധതി. നമുക്കറിയാം, ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വലിയ നാലുവരി പാതകളും അതുപോലെയുള്ള ബൈപ്പാസുകളുമാണ് എപ്പോഴും ഒരു നാടിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പാത ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം സ്വപ്നം കണ്ടതാണ്. ഞാൻ മൂവാറ്റുപുഴ MLA ആയിരിക്കുമ്പോൾ ശ്രീ കുറുവച്ചേട്ടന് ഈ പാതയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നിരന്തരമായി ഇതിനുവേണ്ടി പ്രവർത്തനങ്ങളുമായി വരുന്നത് ഞാൻ ഓർക്കുകയാണ്. അന്ന് എന്റെ മനസ്സിൽ ഒരു അസൂയോടുകൂടി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ പാത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കോതമംഗലത്തിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്നതാണ്, യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നും 30, ഇപ്പോൾ ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലേ നമുക്ക് കാക്കനാട് എത്താൻ കഴിയും. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ മുൻ നിശ്ചയിച്ച തങ്കളം കാക്കനാട് നാലുവരിപ്പാത യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോതമംഗലത്ത് നിന്നും ജില്ലാ ആസ്ഥാനമായ കാക്കനാട്ടേക്ക് യാത്രാസമയം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് UDF സർക്കാർ വിഭാവനം ചെയ്ത് 2 കിലോമീറ്റർ പണി പൂർത്തീകരിച്ച പദ്ധതിയാണിത്. പദ്ധതിക്കായി നേരത്തെ നിശ്ചയിച്ച അലൈൻമെന്റ് നിർത്തലാക്കി എന്ന് പൊതുമരാമത്ത് മന്ത്രിയുടെ അറിയിപ്പിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായി. KP ബാബു മുഖ്യപ്രഭാഷണം നടത്തി. അബു മൊയ്തീൻ, MS എൽദോസ്, ബാബു എലിയാസ്, ഭാനുമതി രാജു, KI ജേക്കബ്, പ്രിൻസ് വർക്കി, PC ജോർജ്, എൽദോസ് കീച്ചേരി, PR അജി, അലി പടിഞ്ഞാറച്ചാലിൽ, മത്തായി കോട്ടക്കുന്നേൽ, സണ്ണി വർഗീസ്, രാജു എബ്രഹാം, KK സുരേഷ്, നാസർ വട്ടേക്കാടൻ, PT ഷിബി എന്നിവർ സംസാരിച്ചു. പാത മാത്രമല്ല, അതിനൊപ്പമുള്ള കലുങ്ക് വരെ പണിത് നിന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ഭരണം അവസാനിച്ചത്. അതിനുശേഷം സ്ട്രീറ്റ് ലൈറ്റ് ഇടാനല്ലാതെ ഈ MLAക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ കഴിവുകളായി തന്നെ കാണേണ്ടി വരും. കോതമംഗലത്തെ ഈ കഴിഞ്ഞ 9.25 വർഷമായി ഒരു പദ്ധതി നടപ്പാക്കാത്ത ഒരു MLA. വളരെ ഞങ്ങളൊക്കെ MLAമാരെ പെരുമ്പാവൂരും മൂവാറ്റുപുഴയും ഒക്കെ ഞങ്ങളുടെ MLAമാരുണ്ട്. അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം, ആ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ആ MLAമാര് കഴിഞ്ഞ 5 വർഷമായി എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന് അതിനെ സഞ്ചരിച്ചാൽ അറിയാം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.